ബിഗ് ബോസ് സീസൺ 6ന്റെ ലൈവിലേക്ക് പോയി കഴിഞ്ഞാൽ മനസാക്ഷിയുള്ള ആളുകൾക്ക്, മനഃശക്തി ഇല്ലാത്ത ആളുകൾക്ക് തീരെ സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആളുകൾ പൊട്ടിത്തകർന്ന് പണ്ടാരമടങ്ങി നിൽക്കുന്ന കാഴ്ചകളാണ് ഇപ്പോൾ കാണാൻ വേണ്ടി പറ്റുന്നത്. ഗബ്രി ആൻഡ് ജാസ്മിൻ ആകെ മൊത്തത്തിൽ തകർന്നിരിക്കുകയാണ്. ഗബ്രിക്കാണെങ്കിൽ ഒരു തുള്ളി കണ്ണുനീര് പുറത്തേക്ക് വരുന്നില്ല, ഒരു വാക്ക് പുറത്തേക്ക് വരുന്നില്ല. അദ്ദേഹം ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്ത് ഒരിടത്ത് ഒരേ ഒരു ഇരിപ്പാണ്. ഡ്രാമയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഹൗസിലുമുണ്ട്, പുറത്തുമുണ്ട്. സാഡിസം കമൻറ്റുകൾ ബിഗ് ബോസിൻ്റെ മെയിനാണല്ലോ. അപ്പം ഈ ജാസ്മിൻ പൊട്ടി തകർന്ന് കരഞ്ഞ് തളർന്ന് ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അത് ഡ്രാമയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. എനിക്കതിനകത്തൊന്നും പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഈ കമൻ്റ് ഇടുന്ന ആളുകളെല്ലാം മനഃശാസ്ത്രജ്ഞന്മാരും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള 100,000 സിറ്റുവേഷൻസ് കണ്ടിട്ടുള്ള ആളുകളും ആയതുകൊണ്ട് അവർക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് ഡ്രാമയാണോ അല്ലയോ എന്നുള്ളത്. ഇതിപ്പോൾ ഡ്രാമയാണെങ്കിലും അല്ലെങ്കിലും ഒരാൾ തകർന്നിരിക്കുന്ന സമയത്ത്, അവർ തോറ്റിരിക്കുന്ന സമയത്ത് അതിനകത്ത് ആഹ്ലാദിക്കാനായിട്ട് ഒരുമാതിരിപ്പെട്ട മനുഷ്യന്മാർക്ക് പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ആ ഒരു സാഡിസ്റ്റ് കമൻറ്റുകളോട് ഒപ്പം നിൽക്കുന്നില്ല. അവരുടെ വേദനയിൽ പങ്കുചേരുകയാണ്. അപ്പോൾ ബിഗ് ബോസിൽ നിന്നിട്ട് പുറത്തേക്ക് പോകാനായിട്ടുള്ള ആഗ്രഹം പലതവണയായിട്ട് അവർ രണ്ടാൾക്കാരും പ്രകടിപ്പിക്കുന്നുണ്ട്. അതിനകത്തൊരു ഗെയിമും ഇല്ല. ഇപ്പം ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്നെക്കൊണ്ട് പറ്റില്ല, ഞാൻ തോറ്റു, ഞാൻ ഈ കളിക്ക് ഫിറ്റായിട്ടുള്ള ഒരാളല്ല, എന്നെക്കൊണ്ട് പറ്റില്ല എന്ന് ഉറപ്പിച്ച് പറയുന്നുണ്ട്. ഇനി അതിനകത്തൊരു ഗെയിം എന്നൊക്കെ പറഞ്ഞ് ആരോപിക്കുന്നത് എനിക്കറിയില്ല. അത് ചില്ലറ സാഡിസം പോരാ. ഇത്രയും കൂടെ കൂടിയ ലെവലിലുണ്ടെങ്കിൽ അതിനകത്തൊരു ഗെയിമുണ്ട് എന്നൊക്കെ ആരോപിക്കാൻ പറ്റത്തുള്ളൂ. അത് ഭിന്ന അഭിപ്രായമുണ്ട് കേട്ടോ. സിബിനൊക്കെ പറയുന്നത് ജാസ്മിൻ്റെ ഡ്രാമയാണ്, ഗബ്രിക്കാണ് തീരെ പറ്റാത്തത്. ശരിയാണ്. പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഗബ്രി ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു നിഗൂഢത ഫീൽ ചെയ്യും. അയാളുടെ കയ്യിൽ നിന്ന് പോയി കരയാൻ പറ്റണില്ല എന്ന് സൗബിൻ കുംബ്ലങ്ങി നൈറ്റ്സിനകത്ത് പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹം ഇരിക്കുന്നത്. ഒരിടത്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇരിക്കും, ഭക്ഷണം കഴിക്കുന്നില്ല, ഒന്നുമില്ല, ഒന്നും ഉരിയാടുന്നില്ല. സിബിനൊക്കെ ചേർത്ത് നിർത്തുന്നുണ്ട്. ഇപ്പോഴെങ്കിലും ചേർത്ത് നിർത്താനായിട്ട് തോന്നിയല്ലോ. അപ്പോൾ ഇന്നലത്തെ ആൾക്കൂട്ട വിചാരണയുടെ ഒരു അനന്തരഫലമാണ്. ഭയങ്കര അത്യാവശ്യമായി പോയി ഇന്നലത്തെ ആൾക്കൂട്ട വിചാരണ. വല്ല കാര്യം ഉണ്ടായിരുന്നോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. ആർക്കാണ് ഈ ക്ലാരിറ്റി വേണ്ടത്? രണ്ടാൾക്കാർ വന്ന് ഗെയിം കളിക്കുന്നു, പലതരത്തിലുള്ള ഗെയിമുണ്ട്. ഇപ്പം മറ്റേ സീക്രട്ട് ഏജൻറ്റ് സായി അതിലെ പോയിട്ട് നിലാവ് തരിച്ചുവിട്ട കോഴിയെ പോലെ നടക്കുന്നുണ്ട്. അത് അയാളുടെ ഗെയിമാണോ, ഗെയിം സ്ട്രാറ്റജി ആണോ എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അറിയണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല, നമുക്കതിനകത്ത് അറിയാൻ ഇൻട്രസ്റ്റ് ഇല്ല. അതേപോലെ തന്നെ ശ്രീതു അർജുൻ ക്യൂട്ട്നെസ് ഇടുന്നു, ഒന്നും ചെയ്യുന്നില്ല. അതുപോലെ നോറ കരയുന്നു, നോറ അവരെ ഫോളോ ചെയ്യുന്നു. ഇതിനകത്തൊക്കെ നമുക്ക് ക്ലാരിറ്റി ഭയങ്കരമായിട്ടുണ്ടോ? നമുക്കറിയാം അവർ എന്താ ചിന്തിക്കുന്നതെന്നുള്ളത്. ഇല്ല, നമുക്കറിയേണ്ട ആവശ്യമൊന്നുമില്ല, ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷേ ഈ ജാസ്മിൻ ഗബ്രി എന്നൊക്കെ പറയുമ്പോഴത്തേന് സ്ത്രീ പുരുഷൻ സമപ്രായക്കാർ തരപ്പടിക്കാർ അവരുടെ ബന്ധം എന്നൊക്കെ പറയുമ്പോൾ ക്ലാരിറ്റി കൂടിയേ തീരുള്ളൂ. അത് നമ്മുടെ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. അപ്പോൾ അതിൽ ക്ലാരിറ്റി കൊടുക്കുക, അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് കാണിക്കുക, ക്യാമറ സൂം ചെയ്യുക എന്നൊക്കെ ഉള്ളത് അത് കച്ചവടത്തിൻ്റെ ഒരു രീതിയാണ്. അപ്പോൾ അതിനകത്ത് ക്ലാരിറ്റി ഇല്ലയെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നമല്ലേ. വോട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഹോട്ട്സ്റ്റാർ കാണാൻ പറ്റത്തില്ല, കുട്ടികൾ വഴിതെറ്റുന്നു, അമ്പോ 100,000 പരിപാടികളാണ്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ ചിന്തിക്കണമായിരുന്നു. ബിഗ് ബോസ് പോലുള്ള ഒരു ഷോയിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഇത് പ്രൈവറ്റ് ലൈഫിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ഷോ ഒന്നുമല്ല. ഇത് നമുക്ക് മറ്റേ ജീവിതം അടുക്കുന്ന സമയത്തൊക്കെ പോയി തലവെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു പരിപാടിയാണ്. നമ്മുടെ ഏതെങ്കിലുമൊക്കെ ബലഹീനതകൾ, നമ്മളുടെ ഏതെങ്കിലുമൊക്കെ പൊട്ടിത്തകരുന്ന നിമിഷങ്ങൾ, നമ്മളുടെ ഇമോഷണലായിട്ടുള്ള സൈഡുകളൊക്കെ കണ്ട് ആൾക്കാരിങ്ങനെ മാർക്കിടും. ഡ്രാമയാണെന്നുണ്ടെങ്കിൽ ഒരു 2 കൊടുക്കാം, അല്ലെങ്കിൽ ഒരു 5 കൊടുക്കാം. ഗെയിമുണ്ടോ, ഗെയിമുണ്ടെങ്കിൽ കൊടുത്തേക്ക് ഒരു 8 എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാരിരുന്ന് മാർക്കിടുന്ന ഒരു പരിപാടിയാണ്. അപ്പം അത് എടുക്കുന്ന സമയത്ത്, ആ ഒരു റിസ്ക് എടുക്കുന്ന സമയത്ത് ഇതൊക്കെ സ്വാഭാവികമായിട്ടും പ്രതീക്ഷിക്കേണ്ടതാണ്. പിന്നെ പൊതുബോധത്തെക്കുറിച്ചിട്ടൊക്കെ ഒരു ബോധം വേണം. നമ്മുടെ നാട്ടിൽ നിന്നിട്ട് ഒരു ഷോയിലേക്ക് പോയിട്ട് അവിടെ ചെന്നിട്ട് ഫ്രണ്ട്ഷിപ്പ്, ഒരു ആൺകുട്ടിയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നടത്താൻ പറ്റുമെന്നൊക്കെ വിചാരിച്ച ജാസ്മിനൊക്കെ എന്തൊരു മണ്ടിയാന്ന് ഞാൻ ആലോചിക്കുന്നത്. നടക്കുന്ന കേസും എല്ലാം ആണോ? ആൾക്കാരതൊക്കെ സമ്മതിക്കൂ? ഇവിടെ പ്രേമിക്കാൻ തന്നെ പറ്റുന്നില്ല. പ്രേമിച്ച് കഴിഞ്ഞാൽ അപ്പം കല്യാണം കഴിച്ചോണം, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഡിവോഴ്സ് ചെയ്യരുത് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്കിടയിൽ ഇമോഷൻസ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാം, അതൊക്കെ ആളുകൾ മനസ്സിലാക്കുമെന്നൊക്കെ വിചാരിക്കുന്നത് വിഡിതരമാണ്. അത് ബിഗ് ബോസിൽ പോയിട്ട് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നത് വിഡിതരാണ്. ആളുകൾ കുറച്ച് ആൾക്കാരുണ്ടാവും, ഓക്കെ അത് റിലേഷൻഷിപ്പാണ്, അതിൻ്റെ തലവേദാണെന്നൊന്നും നമുക്ക് പുറത്തുനിന്ന് നോക്കി ജഡ്ജ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം ഞാനൊക്കെ ആ ടൈപ്പാണ്, എനിക്കറിയത്തില്ല, എന്നെ ബാധിക്കുന്ന സംഭവമല്ല. ഇപ്പം അത് ബോറടിക്കുന്ന സമയത്ത് മോശം, അവർ രണ്ടുപേരും കൂടെ ടീമായിട്ട് ഗെയിം കളിക്കുന്നു, അതൊരു സുഖമില്ല എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഗെയിമറുടെ ഗെയിമിനെ കുറിച്ചിട്ട് പറയും. അല്ലാതെ അതിനകത്ത് ക്ലാരിറ്റി കിട്ടിയാലേ എനിക്ക് ഇരിക്കപ്പുറതേ എന്ന് പറയുന്ന ആൾക്കാരല്ല നമ്മൾ. അപ്പോൾ അതങ്ങനത്തെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ എല്ലാ ആൾക്കാരും അങ്ങനെ വിചാരിക്കണമെന്നൊക്കെ വിചാരിക്കുന്നത് മണ്ടത്തരാണ്. ഇന്ന് ഋഷി കറക്റ്റായിട്ട് തന്നെ ജാസ്മിനോട് ഈ പറയുന്ന കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. കമ്മിറ്റഡ് ആണ് എന്ന് നീ പറഞ്ഞു. അതേപോലെ തന്നെ അകത്ത് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഋഷി പറയുന്നു അദ്ദേഹത്തിൻ്റെ ഗേൾഫ്രണ്ട് ആണെങ്കിൽ കൂടെ അദ്ദേഹം 3ന്റെ ഒന്ന് ഉപേക്ഷിച്ച് പോകും. അതൊക്കെ ഭയങ്കര ഡയറക്റ്റായിട്ട് പറയുന്ന കാര്യങ്ങളാണ്.
അവിടെ ജാസ്മിന് മനസ്സിലായി, കയ്യിൽ നിന്ന് പോയി എന്ന് മനസ്സിലായി. അപ്പോൾ ആളുകൾ ആ രീതിയിലാണ് നോക്കിക്കാണുന്നതെന്ന് മനസ്സിലായി. ഇവിടെ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായിയുടെ ഒരു ഗെയിമിനെ കുറിച്ചിട്ട് പറയാതിരിക്കാൻ വയ്യല്ലോ. ഗെയിം എന്നല്ലേ എല്ലാത്തിനും പറയണ്ടേ. ലെസ്റ്റാണ് എന്നുള്ള ഒരു വേർഡ്, ലെസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് ഇവർക്കിടയിൽ യൂസ് ചെയ്തു. അപ്പോൾ ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇന്നലെ എന്താണോ ഗബ്രിക്ക് ഫീൽ ചെയ്തത്, ഫിസിക്കൽ അട്രാക്ഷൻ എന്നുള്ളതാണ് ജാൻമണി യൂസ് ചെയ്ത വേർഡ്. അപ്പം ലെസ്റ്റ് എന്ന് പറയുന്ന ഒരു വേർഡ് അതിന് ശേഷം ഇവർ കേൾക്കുന്നു. എന്താണോ ഗബ്രിക്ക് ഫീൽ ചെയ്തത് അത് തന്നെ ജാസ്മിനും ഫീൽ ചെയ്യും. എന്ന് പറഞ്ഞാൽ ഷെയ്മിങ് ആണ്, സ്ലട്ട് ഷെയ്മിങ് ആണ് മെയിനായിട്ട്. അതിപ്പം പല വേർഡുകൾ യൂസ് ചെയ്താലും, അതിപ്പം ഗബ്രിയെക്കുറിച്ച് പറഞ്ഞാലും ടോട്ടലി ഈ ഒരു സെക്സുമായി ബന്ധപ്പെട്ട ഷെയ്മിങ് ആണ് ഇന്നലെ ജാൻമണി നടത്തിയതും അതേപോലെ തന്നെ സായി നടത്തിയതും. അപ്പം ഇതൊക്കെ ഒരു ആൾക്കൂട്ട വിചാരണയുടെ ഭാഗമായിട്ടിട്ട് പ്ലേ ചെയ്യാന്നൊക്കെ പറയുമ്പോഴത്തേനെ അവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി അങ്ങോട്ട് നോക്കണ്ടേ. അപ്പോൾ അത് ഇന്നലെ ഭയങ്കര ചീപ്പായിപ്പോയി. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവികാരത്തിനെതിരായതുകൊണ്ടാണ് ഞാൻ പിന്നെ കൂടുതലായിട്ടൊന്നും പറയാഞ്ഞത്. എന്നാലും ഞാൻ പറഞ്ഞല്ലോ, അത് ജാൻമണിയുടെ ആ ഒരു ഓഡിയോ പ്ലേ ചെയ്തത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആയിപ്പോയി. അത് ഏതൊക്കെ കാരണങ്ങൾ കൊണ്ടാണെങ്കിലും അത് ഭയങ്കര ഡിസ്റെസ്പെക്റ്റ് ആയിപ്പോയി. പിന്നെ ഷോയിൽ നിന്ന് ക്വിറ്റ് ചെയ്യണം എന്ന് പറയുന്ന ആളുകളാണ്. അപ്പോൾ ക്വിറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു എന്തൊക്കെയോ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്തോ അങ്ങോട്ട് കൊടുക്കണമെന്നോ ഇങ്ങോട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ് ഈ ക്വിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാലും പല ആൾക്കാരും ഇങ്ങനെ ഗതികെട്ട് അവിടെ നിൽക്കുന്നത്. ആളുകൾക്ക് മനസ്സമാധാനമാണ് വലുത്. ഈ 50 ലക്ഷം രൂപ എന്നൊക്കെ പറഞ്ഞാൽ അത്ര വലിയ എമൗണ്ട് ആയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നില്ല ഈ ഇൻഫ്ലുവൻസേഴ്സ് കണക്കിലെടുക്കും എന്നുള്ളത്. ഈ അവസാനത്തെ 50 ലക്ഷം രൂപ അവരിൽ പല ആളുകളും ഡെയിലി നിൽക്കുന്നതിൻ്റെ ആ ഒരു എമൗണ്ടാണ് കൂടുതലായിട്ട് പ്രതീക്ഷിക്കുന്നത്. അത് നല്ലൊരു എമൗണ്ട് ഉണ്ട്. അതിപ്പോൾ നിൽക്കുന്ന സമയത്താണെങ്കിൽ ഈ പ്രൈസ് മണിയേക്കാളിലും കൂടുതൽ അത് വരും. കണക്ക് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പ്രൈസ് മണിയേക്കാളിലും കൂടുതലുണ്ട്. അതുകൊണ്ട് വീട്ടിലെ അവസ്ഥയൊക്കെ വെച്ചിട്ടാണ് പല ആൾക്കാർ നിൽക്കുന്നത്. പിന്നെ ആൾക്കാരിങ്ങനെ പൊട്ടിത്തകർന്ന് ഭണ്ഡാരം അടയ്ക്കുന്ന സമയത്ത് കുറച്ചൊന്ന് ഹോൾഡ് ചെയ്യുക. നിങ്ങൾക്കത് ഡ്രാമയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താതിരിക്കുക. അഭിപ്രായം രേഖപ്പെടുത്താതിരിക്കുന്നതാണ് നല്ലത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എല്ലാ ആളുകൾക്കും വരാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. നമ്മളുടെ ഇമോഷൻസിനെ മറ്റൊരാൾ ഡ്രാമയാണ് എന്ന് പറയുന്നിടത്തോളം ദുരന്തം പിടിച്ചൊരു കാര്യം വേറെയില്ല. ആർക്കും വരാം, ഇതൊക്കെ ആർക്കും വരാം. പിന്നെ എന്നാ പറയുന്നത്, എല്ലാ ആൾക്കാരും ഇമോഷണലി കണക്റ്റഡാണ് എല്ലാ ആൾക്കാരുമായിട്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യത്തിൽ ഈ സാഡിസം കൊണ്ട് ജീവിതത്തിൽ ഒരിക്കലും ഒരു സന്തോഷം ഉണ്ടാവില്ല. കുറച്ചും കൂടെ അത് ഡ്രാമ അല്ല എന്ന് കാണുക, ഡ്രാമ ആണെങ്കിൽ കൂടെ അല്ല എന്ന് കണ്ടു പഠിക്കുക. അതൊക്കെയാണ് മനുഷ്യനായിട്ട് ജീവിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട കാര്യങ്ങൾ. മറ്റേ പുള്ളപൊട്ടി പരാധീനമൊക്കെ ആയിട്ട് ജീവിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഈ സാഡിസം അത്ര ചേർന്ന പരിപാടിയല്ല. സാഡിസം കൊണ്ടൊരു ഗുണമുണ്ട്, നിങ്ങൾക്ക് കമൻ്റ് ഇടുന്ന സമയത്ത് ലൈക്കൊക്കെ കിട്ടും, ഒരു സുഖം, ഒരു നൈമിഷികമായിട്ടുള്ള സുഖം കിട്ടും. പക്ഷേ ആ സാഡിസം നമ്മളുടെ ബന്ധങ്ങളിലേക്കൊക്കെ ഭയങ്കരമായിട്ട് നിഴലിക്കും. നിങ്ങളുടെ കാമുകിയുടെ അടുത്തും ഭാര്യയുടെ അടുത്തും ഭർത്താവിൻ്റെ അടുത്തും മക്കളുടെ അടുത്തുമൊക്കെ ആ ഒരു സാഡിസ്റ്റ് ചിന്താഗതി വരും. അപ്പോൾ നിങ്ങൾ ഒന്നിനും കൊള്ളത്തില്ലാത്ത ഒരാളായിട്ട് കൺസിഡർ ചെയ്യപ്പെടും. അതുകൊണ്ടൊക്കെയാണ് പല ആൾക്കാരും ഒരു മടിയില്ലാത്ത ചൊട്ടിച്ചിട്ടൊക്കെ പോകുന്നത്. ഇമോഷൻസ് ഇല്ല, നിങ്ങൾക്ക് ഇമോഷൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തും ആർക്കും അത് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മറ്റേ സാഡിസ്റ്റ് കമൻ്റൊക്കെ ഇടുന്ന ആൾക്കാർ കുറച്ച് നീതി പാലിക്കുക. ഭയങ്കര മോശമായി മാറുന്നുണ്ട്. പൂജയൊക്കെ ജാസ്മിനോട് സംസാരിക്കുന്ന സമയത്ത് കുറച്ച് ഇമോഷണൽ ആവുന്നുണ്ട്. മനുഷ്യന്മാരല്ലേ, കുറച്ചൊക്കെ ഇമോഷണൽ ആവും. ഇപ്പം ഒരാൾ കരയുന്ന സമയത്ത് കൂടെ നിർത്തുക എന്നുള്ളതാണ് മിനിമമായിട്ട് മനുഷ്യത്തുള്ള ആളുകൾ ചെയ്യുന്നത്. ആരാണെങ്കിലും അത് ഡ്രാമയൊന്നും അന്വേഷിക്കണ്ട. പിന്നെ ഏതാണ്, സായിക്ക് അതൊരു ഗെയിമായിട്ടാണ് തോന്നുന്നത്, ഡ്രാമയായിട്ടാണ് തോന്നുന്നത്. ഗബ്രിയുടെ കാര്യത്തിൽ കുറച്ച് ഒരു എംപതി സിബിനും അതേപോലെ തന്നെ സായിക്കുമൊക്കെ ഉണ്ട്. ഗബ്രിയുടെ കാര്യത്തിൽ ഒരു എംപതി ഇന്നലത്തെ ആ ഒരു വിഷ്വൽ കണ്ടതിന് ശേഷം നമുക്ക് എല്ലാവർക്കും തോന്നും. ഗബ്രി കൺഫ്യൂസ് ചെയ്യിപ്പിച്ചു, അത് ശരിയാണ്, നമ്മൾ അതിനെക്കുറിച്ചൊരു വിമർശനങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നലത്തെ എപ്പിസോഡിൽ കാണിക്കുന്ന തരത്തിലേക്കുള്ളൊരു പരിപാടിക്ക് അദ്ദേഹം അർഹനായിരുന്നില്ല. അത് ഇത്തിരി ഓവറായിപ്പോയി. പിന്നെ ഉള്ളത് നോറയുടെ ഒരു ഗെയിമാണ്. നോറയുടെ ഈ പിറകെ നടന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു ഗെയിമിനെ സിബിനും അതേപോലെ സായി എല്ലാം നൈസായിട്ട് പൊളിക്കുന്നുണ്ട്. തുപ്പി എന്ന് പറയുന്ന ഒരു കാര്യം നീ കണ്ടോ? ഇല്ല, ഫീൽ ചെയ്തതേ ഉള്ളൂ. കൈ കുടഞ്ഞതായിരിക്കാം, ചിലപ്പോൾ വെള്ളം തെറിച്ചതായിരിക്കാം എന്നൊക്കെയാണ് ഇപ്പോൾ നോറ പറയുന്നത്. അവരത് സിമ്പിളായിട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഈ തുപ്പിയ കേസും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കരുത്, ഇത് വലിയ പ്രശ്നമാണ്, നീ ഉദ്ദേശിക്കുന്ന പോലെയല്ല, പല സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളും പറയണം. ലാലേട്ടനുള്ള എപ്പിസോഡിലൊക്കെ എടുത്തു പറഞ്ഞ കാര്യമാണ്. ക്യാമറ ഇപ്പോൾ മൈക്രോ സൂം ചെയ്തിട്ട് എവിടെ തുപ്പൽ വീണു എന്നൊന്നും നോക്കില്ല, ക്ലിയർ ആയിട്ട് തന്നെ നോറയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ആ ഒരു രാവിലത്തെ ലൈവിന് ശേഷം ഞാൻ കണ്ട കാര്യങ്ങൾ. ഷോ ഗമൂക അന്തരീക്ഷമാണ്. ബാക്കി എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് നോക്കട്ടെ. നന്ദി.